നമ്മൾ IPM IASന്റെ ആപ്പിൽ ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ലൈവ് സെഷൻ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ന്യൂസ് പേപ്പറുകളിലൂടെ കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലൈവായിട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാതിരുന്നാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ എന്ത് ഉത്തരം പറയും? ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് പറയും. ഒരു കാരണവശാലും നമുക്കത് ഫോളോ ചെയ്യാനേ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴാണ് നമ്മുടെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇൻക്രീസ് ആകുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയുവാണ്. എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ ആണല്ലോ, ഈ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ ദിവസവും വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻഫർമേഷൻ. ഓക്കെ, അത് ഒരു കാര്യം. അതേപോലെ US ഇലക്ഷൻസ് നടന്നല്ലോ, അത് നമ്മൾ ഓരോ ദിവസവും ഫോളോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും ഡെവലപ്മെന്റ്സ് അറിയാനായിട്ട് പറ്റും. അതേസമയം നിങ്ങൾ ഇത് വായിച്ചില്ല, ഏറ്റവും അവസാനം വരുന്ന ഒരു കറണ്ട് അഫെയർ മാഗസിൻ മാത്രമാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വെക്കുക, നിങ്ങളിത് കാണാതെ പഠിക്കേണ്ട ഗതികേട് വരും അല്ലേ. അതേസമയം നിങ്ങൾ ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കുകയല്ല, നിങ്ങളുടെ ബ്രെയിനിൽ അത് ഓൾറെഡി ഇൻവോൾവ് ആവും, മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്, അത് ബൈ ഹാർട്ട് ചെയ്യുമല്ല. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിപ്പോൾ അഥവാ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ ഉള്ള വീഡിയോസ് എല്ലാം അങ്ങനെ അവൈലബിൾ ആണ്. പക്ഷേ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു കാരണവശാലും ഇരിക്കരുത്. നിങ്ങൾ നോട്ട്സ് വായിക്കുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റർ ആവുന്നത്, ഈ ടോപ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റേഴ്സ് ആയിട്ടുള്ളത്, അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വർക്ക് ചെയ്യുന്നു, പേഴ്സണലൈസ് ചെയ്യുന്നു. അവരുടെ കോണ്ടന്റ് പേഴ്സണലൈസ് ചെയ്യുമ്പോഴാണ് ദേ ആർ ഡിഫറെന്റ്. അപ്പോൾ അവരുടെ റിസൾട്ടും ഡിഫറെന്റ് ആവും.